ജയ രാധ മാധവ ജയ കുഞ്ച വിഹാരി ജയ ഗോപീജന വല്ലഭ ജയ ഗിരിവരധാരി ജയ യശോദാനന്ദന വ്രജജന രഞ്ജന ജയമതിര വനചാരി ജയ രാധ മാധവ ജയ കുഞ്ച വിഹാരി ജയ ഗോപീജന വല്ലഭ ജയ ഗിരിവരധാരി ജയ യശോദാനന്ദന വ്രജജന രഞ്ജന ജയ യമുനാതിരാവനചാരി യമുനാതിരാവനചാരി. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ജയ രാധ മാധവ ജയ രാധ മാധവ ജയ രാധ മാധവ ജയ ജയ ജഗന്നാഥ് ജയ ജയ ജഗന്നാഥ് ജയ ജയ ജഗന്നാഥ് ജയ ജയ ജഗന്നാഥ്. ജയ കൃഷ്ണ ബലറാം ജയ കൃഷ്ണ ബലറാം ജയ കൃഷ്ണ ബലറാം ജയ ജയ ഗൗരനിതായ് ജയ ജയ ഗൗരനിതായ്. ജയ ജയ ശില പ്രഭുപാദ് ജയ ജയ പ്രഭുപാദ് ജയ ജയ ഗുരുദേവ് ജയ ജയ ഗുരുദേവ്. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ. ഓം വിഷ്ണുപദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ മഹാവിഷ്ണുഗോസ്വാമി നമോ. ഓം വിഷ്ണുപദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമി നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരണ. ഹരേ കൃഷ്ണ. എല്ലാ ഭക്തർക്കും എൻ്റെ സാദര പ്രണാമം. കേൾക്കുന്നുണ്ടോ? പ്രഭുജി ശരി, കേൾക്കട്ടെ. അപ്പൊ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ശ്ലോകം ഭഗവത്ഗീതയിലെ 3-ാം അധ്യായം 1-ാമത്തെ ശ്ലോകമാണ്. ശ്ലോകം ഞാൻ വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീ സരസ്വതീം വ്യാസം തതോ ജയമുദീരേ. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ യദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. അധ്യായം 2, അധ്യായം 3, ശ്ലോകം 1. കർമ്മയോഗം. അർജുന ഉവാച യായസി ചേത് കർമ്മണസ്തേ
മദാ ബുദ്ധിർജനാർദ്ദന തത് കിം കർമ്മണി ഘോരെ മാം നിയോജയസി കേശവ. ധ്യായസി ചേത് കർമ്മണസ്തേ മദാ ബുദ്ധിർജനാർദ്ദന തത് കിം കർമ്മണി ഘോരെ മാം നിയോജയസി കേശവ. ശബ്ദങ്ങളുടെ അർത്ഥം. അർജുന ഉവാച, അർജുനൻ പറഞ്ഞു. ജനാർദ്ദന, ഹേ ജനാർദ്ദന. കേശവ, കേശവ. കർമ്മണഃ, ഫലോദ്ദിഷ്ട കർമ്മത്തേക്കാൾ ബുദ്ധി, ബുദ്ധി ജായസി, ശ്രേഷ്ഠതരമാണെന്ന് തേ, നിന്തിരുവടിക്ക് മതാചേത്, അഭിപ്രായമാണെങ്കിൽ, തത്, അതുമൂലം, മാം, എന്നെ, ഘോരെ, ഘോരമായ, കർമ്മണി, കർമ്മത്തിൽ, കീം നിയോജയസി, എന്തിനെ നിയോഗിക്കുന്നു. ശീല പ്രഭുപാദർജിക്ക് ജയ്. വിവർത്തനവും ഭാവാർത്ഥവും. അർജുനൻ പറഞ്ഞു, ഹേ ജനാർദ്ദന, അലയോ കേശവ, ഫലാകാംക്ഷയോടെ ചെയ്യുന്ന കർമ്മത്തേക്കാൾ ശ്രേഷ്ഠമാണ് ബുദ്ധി എന്ന് കരുതുന്നുവെങ്കിൽ അങ്ങ് എന്തിനാണ് എന്നെ ക്രൂരമായ ഈ യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്നത്. ഭാവാർത്ഥം. ഭഗവാൻ കൃഷ്ണൻ അർജുനനെ ഭൗതികമായ ദുഃഖക്കടലിൽ നിന്ന് മോചിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് കഴിഞ്ഞ അധ്യായത്തിൽ ആത്മാവിൻ്റെ സ്വഭാവത്തെ വിസ്തരിച്ച് പ്രതിപാദിക്കുകയും സാക്ഷാത്കാരത്തിൻ്റെ മാർഗമെന്ന നിലയിൽ ബുദ്ധിയോഗത്തെ അഥവാ കൃഷ്ണാവബോധത്തെ ഉപദേശിക്കുകയും ചെയ്തു. ഈ കൃഷ്ണാവബോധം ചിലപ്പോൾ നിഷ്ക്രിയത്വമെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം. അങ്ങനെ തെറ്റിദ്ധരിച്ചവർ ഒറ്റയ്ക്കൊരിടത്ത് ഒതുങ്ങിക്കൂടി ഭഗവാൻ കൃഷ്ണന്റെ തിരുനാമോച്ചാരണം കൊണ്ട് കൃഷ്ണാവബോധത്തിൽ പൂർണ്ണത വരുത്താൻ തുനിഞ്ഞേക്കാം. എന്നാൽ ഈ തത്വശാസ്ത്രത്തിൽ തികച്ചും പരിശീലനം നേടുന്നതിന് മുമ്പ് വിജനസ്ഥലത്തിരുന്ന് കൃഷ്ണന്റെ തിരുനാമം ഉച്ചരിക്കുന്നത് യുക്തമല്ല. അജ്ഞരായ സാമാന്യ ജനങ്ങളുടെ വില കുറഞ്ഞ ആദരവ് ആർജിക്കാനേ അതുകൊണ്ട് സാധിക്കുകയുള്ളൂ. കൃഷ്ണാവബോധം ബുദ്ധിയോഗം അഥവാ ആത്മീയ ജ്ഞാനാർജന പുരോഗതിക്കുള്ള ബുദ്ധി എന്നത് കർമ്മനിരതമായ ജീവിതത്തിൽ നിന്നുള്ള പിൻവാങ്ങലും ഏകാന്തതയിലെ തപശ്ചര്യമാണെന്ന ധാരണ അർജുനന് ഉണ്ടായിരുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ കൃഷ്ണാവബോധത്തെ ഒഴിവാക്കി യുദ്ധത്തിൽ നിന്ന് അദ്ദേഹത്തിന് സൂത്രത്തിൽ പിന്മാറണമെന്നുണ്ടായിരുന്നു. എങ്കിലും ആത്മാർത്ഥതയുള്ള ഒരു ശിഷ്യൻ എന്ന നിലയ്ക്ക് അദ്ദേഹം ഈ പ്രശ്നത്തെ തൻ്റെ ഗുരുവിൻ്റെ മുൻപാകെ അവതരിപ്പിക്കുകയും ഏറ്റവും നല്ല പ്രവൃത്തി എന്തെന്നാരായുകയും ചെയ്തു. ശ്രീ ഭഗവാനാകട്ടെ മറുപടിയായി കർമ്മയോഗത്തെ അല്ലെങ്കിൽ കൃഷ്ണാവബോധത്തെ പറ്റി ഈ 3-ാം അധ്യായത്തിൽ വിശദമായി പ്രതിപാദിക്കുകയാണ് ചെയ്യുന്നത്. ഹരേ കൃഷ്ണ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരുൻ വൈഷ്ണവം ശ്രീരൂപം സാഗ്രജാതം സഗഗണ രഘുനാഥാന്വിതം തം സജീവം സദ്വൈതം സവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഗഗണലതാ ശ്രീവിശാഖാന്വിതം ച. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമസ്തുതേ. തപ്ത കാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധർ ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ.
ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. മുഖം കരോതി വാചാലം പങ്കും ലങ്കായതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനധാരണം ശ്രീ ചൈതന്യമീശ്വരം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്ലോകം ഒന്നുകൂടെ വായിക്കാം. അർജുന ഉവാച ജായസി ചേത് കർമ്മണസ്തേ മതാ ബുദ്ധി ജനാർദ്ദന തത്കിം കർമ്മണി ഘോരേ മാം നിയോജയസി കേശവ. അപ്പൊ ഇതിന്റെ വിവർത്തനത്തിൽ പ്രഭുപാദർജി പറയുന്നത്, അർജുനൻ പറഞ്ഞു, ഹേ ജനാർദ്ദന, അലയോ കേശവ, ഫലാകാംക്ഷയോടെ ചെയ്യുന്ന കർമ്മത്തെക്കാൾ ശ്രേഷ്ഠമാണ് ബുദ്ധി എന്ന് കരുതുന്നുവെങ്കിൽ അങ്ങ് എന്തിനാണ് എന്നെ ക്രൂരമായ ഈ യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്നത്? അതാണ് അർജുനന്റെ പ്രശ്നം. അർജുനൻ എങ്ങനെയെങ്കിലും യുദ്ധത്തിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വിചാരം. അപ്പൊ ഈ അർജുനാണെങ്കിൽ ഭഗവാന്റെ ശരിയായ ഭക്തൻ തന്നെയാണ്, ശരിയായ ശുദ്ധ ഭക്തൻ. അർജുനൻ മാത്രമല്ല, പാണ്ഡവർ ഭഗവാന്റെ ഭക്തർ കൂടെയാണ്. എല്ലാവരും ഭഗവാന്റെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഭക്തരുമാണ്. ഹരേ കൃഷ്ണ, കേൾക്കാവോ? ഹരേ കൃഷ്ണ, കേൾക്കുന്നുണ്ടോ? മണിയമ്മ, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ, കേൾക്കാം പ്രഭുജി. ശരി മാതാജി. അപ്പൊ നമ്മളെ കാണുന്നുണ്ട്, ശ്രീകൃഷ്ണ ഭഗവാന്റെ ബന്ധുവും ഭക്തരും എല്ലാം തന്നെയാണ് ഈ അർജുനൻ എന്ന് പറയുന്നത്. നമ്മൾ കഥകളൊക്കെ നേരത്തെ ഇപ്പം എല്ലാവരും നേരത്തെ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നവരാണല്ലോ. അപ്പം ഈ ഭഗവത്ഗീത എവിടെ വെച്ച് പറയുന്നു എന്നുള്ളതും എന്താണ് സംഭവിച്ചെന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. ഭഗവാൻ അർജുനെ ഉപദേശിക്കുന്ന കാര്യം അതെല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. ഇപ്പൊ 2 അധ്യായം കഴിഞ്ഞതാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങോട്ട് പുറമോട്ട് പോകേണ്ട കാര്യമില്ലല്ലോ. എല്ലാവർക്കും അറിയാം ഭഗവത്ഗീത എവിടെ വെച്ചാ ഉപദേശിക്കുന്നെന്നുള്ളതും ഉപദേശിക്കാനുള്ള കാര്യം എന്താണെന്നും ആരാ ഉപദേശിക്കുന്നതെന്നും ആർക്കു വേണ്ടി ഉപദേശിക്കുന്നതെന്നുള്ളതും എല്ലാവർക്കും അറിയാവുന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ അങ്ങനെ കഴിഞ്ഞ അധ്യായങ്ങളിൽ വളരെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൃഷ്ണ ഭഗവാൻ അർജുനെ സമാധാനിപ്പിക്കുകയും അതുപോലെ തന്നെ മനസ്സിലാക്കിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞു. അപ്പൊ ഇനിയും എന്നിട്ട് അവസാനമായിട്ട് പിന്നെയും അദ്ദേഹത്തിന് ഇതുപോലൊരു ചോദ്യം ഉണ്ടായി. കൃഷ്ണാവബോധമാണ് ഏറ്റവും നല്ലത് എന്ന് കൃഷ്ണൻ പറഞ്ഞു. പക്ഷെ ആ കൃഷ്ണാവബോധം ആണെങ്കിൽ പിന്നെ എന്തിനാ എന്നെ കൊണ്ട് ഇങ്ങനെ യുദ്ധം ചെയ്യിക്കുന്നു എന്നുള്ളതാണ് ഇപ്പൊ ഈ ചോദിക്കുന്നത്. അപ്പൊ അതിന്റെ ഇനി കൃഷ്ണനും അർജുനനും തമ്മിലുള്ള ആ ബന്ധത്തെ പറ്റിയാണ് ഞാൻ പറയാൻ പറഞ്ഞത്. യുദ്ധ ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനന് ഉപദേശം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. യുദ്ധം ചെയ്തതിന് മടി കാണിച്ചു. അതായത് ചെറിയ ഭൗതികമായ ചിന്തകളൊക്കെ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായ കാരണം എങ്ങനെയാണ് ഞാൻ യുദ്ധം ചെയ്യുന്ന ഇവരോടൊക്കെ, എൻ്റെ ബന്ധുക്കളാണല്ലോ അപ്പുറത്ത് നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള അതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. മനുഷ്യർ അങ്ങനെ ഉണ്ടായ അർജുനന്റെ ആ വൈകല്യത്തിൽ നിന്നും അല്ലെങ്കിൽ ആ തെറ്റായ ബോധത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി ശ്രീകൃഷ്ണ ഭഗവാനെ ശരിക്കും ഗുരുവായിട്ട് അംഗീകരിച്ചുകൊണ്ട് ഭഗവാനോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ് അർജുനൻ. അപ്പൊ അർജുൻ ഒരു ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ അത് ഗുരുവും ശിഷ്യനും എന്നുള്ള രീതിയിൽ തന്നെ പൂർണ്ണമായി ഇരുന്നെങ്കിൽ മാത്രമേ സാധിക്കൂ. നമ്മളൊരു ഫ്രണ്ടോ ഒരു സഹപാഠി എന്നുള്ള രീതിയിൽ ഉപദേശിച്ചാൽ ഒരു ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും അല്ലെ അത് ഇത്ര പറഞ്ഞു കൊടുക്കാനുള്ള ആത്മാർത്ഥതയും ആ വ്യക്തികൾ തമ്മിൽ ഉണ്ടാകത്തില്ല. അപ്പൊ അതുകൊണ്ട് കൃഷ്ണനെ ശരിക്കും ഒരു ഗുരുവായി അർജുനൻ അംഗീകരിച്ചുകൊണ്ട് ആണ് ഇവിടെ നിൽക്കുന്നതും അതുപോലെ തന്നെ ശരിയായ ഗുരു എന്നുള്ള രീതിയിൽ തന്നെ
രീതിയിൽ തന്നെയാണ് ഭഗവാൻ കൃഷ്ണൻ അദ്ദേഹത്തിന് ഉപദേശിച്ചു കൊടുക്കുന്നത്. അങ്ങനെയാണ് അവിടെ വെച്ച് ഈ ഭഗവത്ഗീത ഉപദേശിക്കാൻ തുടങ്ങുന്നത്. അപ്പൊ അങ്ങനെ തുടങ്ങി കഴിഞ്ഞ അധ്യായത്തിൽ, അതായത് 2-ാം അധ്യായത്തിലും പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ ദുഃഖിക്കുന്നതിൻ്റെ കാര്യമില്ല, ആത്മാവ് എന്താണെന്നും അതുപോലെ തന്നെ ആത്മസാക്ഷാത്കാരം എന്താണെന്നും കർമ്മ കാണ്ഡം, അതായത് നമ്മുടെ വേദങ്ങളിലുള്ള കർമ്മകാണ്ഡത്തെ പറ്റിയും അതുപോലെ തന്നെ ഈ കർമ്മയോഗത്തെ പറ്റിയും ഒക്കെ കഴിഞ്ഞ അധ്യായങ്ങളിലൊക്കെ പറഞ്ഞു കൊടുത്തു. എങ്കിലും അർജുനന് ചെറിയൊരു സംശയം ഉണ്ടായി പിന്നെയും. അപ്പൊ അന്നേരം ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു, ഏറ്റവും നല്ല മാർഗം ബുദ്ധിയാണ്, അതായത് ബുദ്ധിയോഗം, അതായത് ഭഗവത് ഭക്തിയുത സേവനം ചെയ്യുകയാണ് ഏറ്റവും മറ്റ മാർഗം. അപ്പൊ അർജുനൻ വിചാരിച്ചു കൃഷ്ണ ഭവബോധം, അതായത് കൃഷ്ണനെ വിചാരിച്ചുകൊണ്ട് എവിടെങ്കിലും ഒരു മരത്തിന്റെ ചുവട്ടിലോ, പണ്ടത്തെ നമ്മുടെ രീതിയിൽ അങ്ങനെയാണല്ലോ, എവിടെയെങ്കിലും ഒരിടത്ത് ചെന്നിരുന്നിട്ട് നാമം ജപിക്കുക, അവിടെ ഇരുന്നുകൊണ്ട് ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അതങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരാൾ ജപിച്ചുകൊണ്ടിരുന്ന നല്ലത് തന്നെയാണ്. പക്ഷെ അതൊരു സാധാരണക്കാരൻ്റെ ഒരു അനുകമ്പ നമുക്ക് കിട്ടുമെന്നല്ലാതെ മറ്റ് ഗുണങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം ബുദ്ധിയോഗം എന്ന് പറയുന്നത് അതിന് വളരെ പ്രയാസമുള്ള കാര്യമാണ് നടപ്പാക്കി വരണമെങ്കിൽ. സാധാരണ രീതിയിൽ കൃഷ്ണാവബോധം വളരെ നിസ്സാരമാണെന്ന് എല്ലാവരും മനസ്സിലാക്കും. പക്ഷെ അതിനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തു തുടങ്ങുമ്പോഴാണ് നമുക്ക് അതിനെപ്പറ്റി മനസ്സിലാകുന്നത്. ഇപ്പൊ ഇവിടെ പ്രഭുപാദർജി പറയുന്നത്, ഭഗവാൻ കൃഷ്ണൻ അർജുനനെ ഭൗതികമായ ദുഃഖക്കടലിൽ നിന്ന് മോചിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട്, ഇപ്പം അർജുനുണ്ടായ പ്രശ്നം ഇതാണല്ലോ, അദ്ദേഹം ഭൗതികമായിട്ടുള്ള ചിന്തകൾ വെച്ചാണ് ആ യുദ്ധത്തെ കാണുന്നതും. അങ്ങനെ അപ്പൊ ആ യുദ്ധത്തിൽ നിന്നും മോചനം നേടുന്നതിന് ആണ് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയത്ത് കൃഷ്ണൻ ശ്രമിക്കുന്നത്, അർജുനന്റെ ജോലി, അർജുനന്റെ ഒരു ക്ഷത്രിയൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ ജോലി അത് ചെയ്തുകൊണ്ട് ഇരിക്കണം. അത് കൃഷ്ണാവബോധത്തിൽ കൂടെ, അല്ലെങ്കിൽ കൃഷ്ണന്റെ നിർദ്ദേശം അനുസരിച്ച് തന്നെയാണ് അദ്ദേഹം ചെയ്യുന്നത്. അതുകൊണ്ട് അത് അവിടെയും കൃഷ്ണാവബോധമുണ്ട്. അപ്പൊ അങ്ങനെ ആ ഒഴിഞ്ഞു നിൽക്കുന്ന അർജുനനെ ഈ കർത്തവ്യ നിരതനാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപദേശങ്ങളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതില് കഴിഞ്ഞ അധ്യായത്തിൽ ആത്മാവിന്റെ സ്വഭാവത്തെ വിസ്തരിച്ച് പ്രതിപാദിച്ചു. ആത്മാവ് എന്താണെന്നുള്ളതും പറഞ്ഞു കൊടുത്തു. ആത്മാവ് നമുക്കറിയാമല്ലോ, ആത്മാവ് എങ്ങനെയാണെന്നുള്ളത്. ഒരു ആത്മാവ്, ഓരോ വ്യക്തിയിലും ആത്മാവും പരമാത്മാവും ഉണ്ടെന്നും ആ ആത്മാവ് അനശ്വരനാണെന്നും, അനശ്വരൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നശിക്കാത്തവൻ എന്നർത്ഥം. എപ്പോഴും അത് സജീവമായി തന്നെ ഉണ്ടാകും ആത്മാവ്. ആത്മാവ് സ്ഥിതി ചെയ്യുന്ന ആ ശരീരം, ആ ബോഡി ചിലപ്പോൾ അത് പഴയ കഴിയുമ്പോൾ അത് നശിച്ചു പോകാറുണ്ട്. പക്ഷെ ആ ആത്മാവിന് യാതൊരു പരിവർത്തനവും മാറ്റവും ഉണ്ടാകുന്നില്ല. അപ്പൊ ആ ആത്മാവ് അതേപോലെ തന്നെ നിലനിൽക്കും. ആദ്യമില്ല അന്തമില്ല എന്നാണ് പറയുന്നത് ആത്മാവിനെ പറ്റി. അതെല്ലാം നമ്മൾ പഠിച്ച ആത്മാവിന്റെ ഗുണങ്ങളെ പറ്റിയൊക്കെ. ആരാലും കൊല്ലാൻ സാധ്യമല്ല എന്നുള്ളത് നമ്മൾ പഠിച്ചു. ആത്മാവിന്റെ സ്വഭാവത്തെ പറ്റി പഠിച്ചു. ആത്മാവ് എത്രമാത്രം വലിപ്പമുണ്ടെന്നുള്ളതിനെ പഠിച്ചു. അറിയാമല്ലോ എല്ലാവർക്കും ആത്മാവിന്റെ വലിപ്പം. ആത്മാവിന്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ ഒരു തലമുടി നാരിന്റെ അറ്റത്തിനെ 10,000 വിഭജിച്ചാൽ അതിൽ എന്തുമാത്രം ഉണ്ടോ അതാണ് ആത്മാവിന്റെ വലിപ്പം എന്നാണ് പറയുന്നത്. പ്രഭുപാദർജി ശാസ്ത്രം പറയുന്നു. ജനന മരണങ്ങൾ ഇല്ലാത്ത ആത്മാവ്, ഒരിക്കലും ജനിച്ചിട്ടുമില്ല മരിക്കത്തുമില്ല, അങ്ങനെയുള്ള ആത്മാവ്, അതാണ് ആത്മാവ്, ആത്മാവിന്റെ ഗുണം. അതിനെപ്പറ്റി നമ്മുടെ ഭഗവത്ഗീതയിൽ കഴിഞ്ഞ 2-ാം അധ്യായത്തിൽ 20-ാം ശ്ലോകത്തിൽ അതിനെപ്പറ്റി പറയുന്നുണ്ട്, എങ്ങനെ ആത്മാവിന്റെ സ്വഭാവം എന്നുള്ളത്. അതുപോലെ ഓരോ ശരീരത്തിലും സ്ഥിതി ചെയ്യുന്ന ആത്മാവ്, അത് ആ ശരീരം
ചലനാത്മകമല്ലാതിരിക്കുമ്പോൾ, അതിന് കഴിവില്ലാതാകുമ്പം ആ ആത്മാവ് ആ ശരീരത്തിൽ നിന്നും വേറൊരു ശരീരത്തിലേക്ക് മാറിപ്പോകുന്നുണ്ട്. അത് സാധാരണ നമ്മൾ മുഷിഞ്ഞ വസ്ത്രങ്ങൾ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ കൊള്ളാത്ത വസ്ത്രങ്ങൾ മാറ്റി വേറൊരു വസ്ത്രം എടുക്കുന്ന പോലെ തന്നെയാണ് ആത്മാവിൻ്റെ പ്രവർത്തനം. ശരീരം ഏത് ശരീരത്തിലാണോ ആത്മാവ് നിലകൊള്ളുന്നത്, ആ ശരീരം ശരീരത്തിനുള്ള ഗുണങ്ങൾ ഇല്ലാതായി തീരുമ്പം അവിടുന്ന് വേറൊരു ശരീരത്തിലേക്ക് മാറുന്നു. അങ്ങനെ അതെങ്ങനെ ഏതെല്ലാം മാറുന്നുള്ളതും അതിനെപ്പറ്റി പഠിച്ചാണ്. 84 ലക്ഷം ജീവശരീരങ്ങളുണ്ട്. ആ ശരീരത്തിൽ എവിടെങ്കിലും കയറിക്കൂടാം. അത് കയറിക്കൂടുന്നതിന് ആത്മാവിന് എങ്ങനെ സാധിക്കുന്നു, അല്ലെങ്കിൽ ആരാണ് ഇതിന് ഉത്തരവാദിത്തി, അടുത്ത ശരീരം ഏത് വിധത്തിൽ ആയിരിക്കണം എന്നുള്ളത് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ്. അതുപോലെ ആയുധത്താലോ അഗ്നിയാലോ നശിപ്പിക്കാൻ പറ്റിയില്ല, കാണാൻ സാധ്യമല്ല ഒരിക്കലും. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ആത്മാവിന്റെ ഗുണങ്ങളെ പറ്റി ഇതിനെ പറയുന്നത്. അപ്പൊ ആത്മാവിന്റെ പറ്റി ഭഗവാൻ അർജുനന് വിശദീകരിച്ചു കൊടുത്തു. അപ്പൊ അവിടെ അദ്ദേഹത്തിനോട് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ അദ്ദേഹത്തിന്റെ ബന്ധുമിത്രാദികളെ എതിർ സ്ഥാനത്ത് എതിർ ചേരിയിൽ നിൽക്കുന്ന കണ്ടു ഭീഷ്മര്, അതുപോലെ തന്നെ ദ്രോണർ തുടങ്ങിയവർ. കാരണം അദ്ദേഹത്തിന്റെ ഗുരുവും അദ്ദേഹത്തിന്റെ വേണ്ടപ്പെട്ടവരും ഒക്കെ ആണല്ലോ. ഗുരുവംശത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ വ്യക്തിയാണ് ഇത്. ഭീഷ്മദേവൻ. അതായത് ഭീഷ്മദേവൻ, അതുപോലെ ഗുരുവാണ് ദ്രോണർ. അപ്പൊ അങ്ങനെയുള്ളവരെ കൊല്ലുന്നത് എങ്ങനെയാണ്, അതുകൊണ്ടാണ് യുദ്ധം ചെയ്യാൻ മടിക്കുന്നത് എന്നാണ് കൃഷ്ണനോട് അർജുനൻ പറഞ്ഞത്. അപ്പൊ അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ആത്മാക്കളൊക്കെ ഇങ്ങനെയുള്ള ശരീരങ്ങൾ ഇരിക്കുമ്പോൾ ആ ആത്മാവ് പോയി കഴിഞ്ഞാൽ അത് വെറും ബോഡിയാണ്, അതുകൊണ്ട് അങ്ങനെ നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു കൊടുക്കാം. ശരീരം അത് ആ ആത്മാവിന് യാതൊരു പ്രശ്നവും ഉണ്ടാകുന്നില്ല. ആത്മാവ് വേറൊരു ശരീരത്തിൽ പോകുന്നു. അതുപോലെ ആത്മാവിനെ ആർക്കും മുറിവ് ഏൽപ്പിക്കാൻ പറ്റിയില്ല, കൊല്ലാൻ പറ്റിയില്ല, നശിപ്പിക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്ന അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അതിനുശേഷം പ്രതിപാദിക്കുകയും സാക്ഷാത്കാരത്തിന്റെ മാർഗമെന്ന നിലയിൽ എങ്ങനെ ആത്മസാക്ഷാത്കാരം എങ്ങനെ നേടാം. ആത്മസാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ എന്താണെന്നുള്ളത്. ആത്മസാക്ഷാത്കാരം എന്ന് പറഞ്ഞത് ഒരു ആത്മാവ് അല്ലെ ഒരു ജീവാത്മാവ് ആരാണെന്ന് മനസ്സിലാക്കുക, അത് ഭഗവാനായിട്ടുള്ള ബന്ധം നമ്മുടെ മനസ്സിലാക്കുക. ഈ ആത്മാവിൻ്റെ ആത്മസാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ ഈ ആത്മാവിനെ പറ്റിയുള്ള വിവരങ്ങളൊക്കെ മനസ്സിലാക്കുക. ഈ ആത്മാവ് ആരാണ്, നമ്മളാരാണ്, ഭഗവാൻ ആരാണ്, ഭഗവാനും ആത്മാവും തമ്മിലുള്ള ബന്ധം എന്താണ്, ഭൂമിയും ആത്മാവായിട്ടുള്ള ബന്ധമാണ്, എന്താണ് നമ്മുടെ ലക്ഷ്യം, ഒരു ആത്മാവിൻ്റെ ലക്ഷ്യം എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കുന്നതാണ് ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത്. ഭഗവാന്റെ സേവകരായിട്ട് എന്നും ജീവിക്കുക എന്നുള്ളതാണ് ഒരു ആത്മാവിൻ്റെ ജോലി. അപ്പൊ ഇതൊക്കെയാണ് ആത്മസാക്ഷാത്കാരം. മനസ്സിലാക്കുക, നമ്മുടെ ആത്മാവിനെ പറ്റി കംപ്ലീറ്റ് മനസ്സിലാക്കുക. ആത്മാവിനെയും പരമാത്മാവിനെയും പറ്റി ശരിക്കും മനസ്സിലാക്കുന്നതിന് ആത്മസാക്ഷാത്കാരം മാർഗം എന്ന നിലയിൽ അതിനെപ്പറ്റിയും ഉപദേശിച്ചു കൊടുത്തു. ആത്മസാക്ഷാത്കാരത്തിനുള്ള മാർഗങ്ങളെ പറ്റിയൊക്കെ അർജുനൻ ശ്രീകൃഷ്ണ ഭഗവാൻ കഴിഞ്ഞ അധ്യായങ്ങളിൽ പറഞ്ഞു കൊടുത്തു. ബുദ്ധിയോഗത്തെ അഥവാ കൃഷ്ണാവബോധത്തെ ഉപദേശിക്കുകയും ചെയ്തു. ഈ കൃഷ്ണാവബോധം ചിലപ്പോൾ നിഷ്ക്രിയമെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം. ഇങ്ങനെ ഇപ്പൊ കഴിഞ്ഞ ഞാൻ പറഞ്ഞാൽ തന്നെ കൃഷ്ണാവബോധം എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, കൃഷ്ണാവബോധം എന്ന് പറഞ്ഞാൽ ഭഗവാനെ പറ്റി അറിയുക, ഭഗവാൻ ആരാണെന്ന് അറിയുക, ഭഗവാൻ കൃഷ്ണാവബോധം എപ്പോഴും സമയത്തും കൃഷ്ണനെ ധ്യാനിക്കുക. കൃഷ്ണനായിരിക്കും നമ്മുടെ മിത്രം, അതായത് എല്ലാ പ്രവൃത്തിയും കൃഷ്ണനാണ് ജയിപ്പിക്കുന്നെന്നുള്ളതും, ഭഗവാൻ കൃഷ്ണനാൽ ആണ് എല്ലാം നടക്കുന്നതും ചലിക്കുന്നതും, ചൈതന്യം എല്ലാം ഉൾക്കൊള്ളുന്നത് ഭഗവാൻ കൃഷ്ണൻ. നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യവും കൃഷ്ണനാണ്, നമ്മളെ നടത്തുന്നതും കൃഷ്ണനാണ്. എല്ലാം ഈ ചരാചരങ്ങളൊക്കെ എല്ലാം തന്നെ കൃഷ്ണന്റെ നിയന്ത്രണത്തിലാണെന്നൊക്കെ മനസ്സിലാക്കുന്നതാണ് കൃഷ്ണാവബോധം. അങ്ങനെ ആ കൃഷ്ണാവബോധം മനസ്സിലാക്കുന്നതിന് തെറ്റിദ്ധരിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ
ഒരിടത്ത് ഇരുന്നുകൊണ്ട് കൃഷ്ണനെ അല്ലെങ്കിൽ മറ്റുള്ള പ്രവൃത്തികളൊന്നും ചെയ്യാതെ യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാതെ എവിടെയെങ്കിലും ഒരു മരത്തിന്റെ വെട്ടിൽ കുത്തിയിരുന്ന് ജപിക്കുന്നതാണ് കൃഷ്ണാവബോധം എന്ന് ചിലപ്പോൾ തെറ്റിദ്ധരിക്കാം. അങ്ങനെ തെറ്റിദ്ധരിച്ച കൂട്ടത്തിലാണ് നമ്മൾ അർജുനൻ ഇപ്പം നിലവിലുള്ളത്. അപ്പൊ അതാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ചോദ്യം ഉദിക്കാൻ കാര്യം. അപ്പൊ അത് അങ്ങനെയും വരാം. ഒറ്റക്കരടുത്ത് ഒതുങ്ങിക്കൂടി ഭഗവാൻ കൃഷ്ണന്റെ തിരുനാമോച്ചാരണം കൊണ്ട് കൃഷ്ണാബോധത്തിൽ പൂർണ്ണത വരുത്താൻ തുനിഞ്ഞേക്കാം. എന്നാൽ ഈ തത്വശാസ്ത്രത്തിൽ തികച്ചും പരിശീലനം നേടുന്നതിന് മുമ്പ് വ്യജനസ്ഥലത്തിരുന്ന് കൃഷ്ണന്റെ തിരുനാമം ഉച്ചരിക്കുന്നത് യുക്തമല്ല. ഈ കൃഷ്ണാബോധം എങ്ങനെ മനസ്സിലാക്കാം, അല്ലെ എങ്ങനെ പ്രാവർത്തികമാക്കാം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് വരേക്കും ഇതുപോലൊരു മരത്തിന്റെ ചോട്ടിൽ പോയിരിക്കാൻ പാടില്ല. അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് യാതൊരു പ്രയോജനമില്ലെന്നാണ് പ്രഭുപാദർജി പറയുന്നത്. കൃഷ്ണാബോധം എന്ന് പറഞ്ഞാൽ കൃഷ്ണ അവബോധം, കൃഷ്ണന്റെ ഭക്തിയുത ഭഗവത് സേവനം, ഭഗവാന് വേണ്ടി സേവനം ചെയ്യുക, അതാണ് കൃഷ്ണാവബോധം. ഏത് സമയത്തും ഒരിക്കലും കൃഷ്ണനെ മറക്കാതിരിക്കുക, എപ്പോഴും ഓർമ്മിക്കുക. ഏത് പ്രവൃത്തിയിലും അതാണ് ഈ യോഗം ഇവിടെ പറയുന്നത്. ഇതിനകത്ത് കർമ്മയോഗം എന്ന് പറയുന്നുണ്ടല്ലോ. കർമ്മയോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഒക്കെ കൂടെ, അതായത് ഭഗവാനെ അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ ഭഗവാൻ പറയുന്നത് ഈ ഭഗവാൻ യുദ്ധം ചെയ്യുമ്പോൾ കൃഷ്ണാബോധം മാറി നിൽക്കും എന്നുള്ളതായിരിക്കും വിചാരിക്കുന്നത്. അങ്ങനല്ല, കൃഷ്ണാബോധത്തോടു കൂടിയാണ് യുദ്ധം ചെയ്യേണ്ടത്. കൃഷ്ണാബോധം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ വിജയം സാധ്യമാകൂ. അങ്ങനെ ആ കർമ്മം, നമ്മുടെ കർമ്മം എന്ന് പറഞ്ഞ് യുദ്ധം ചെയ്യുക, ആ കർമ്മത്തിൽ കൃഷ്ണാബോധം ഉണ്ടായിരിക്കണം. അതാണ് കർമ്മയോഗം എന്ന് പറയുന്നത്. ഭഗവാനെ അതിൽ ഉൾപ്പെടുത്തുക. ഭഗവാനില്ലാതെ ഒന്നും ചെയ്യാൻ സാധിക്കാമല്ലോ. അപ്പൊ അങ്ങനെ ഭഗവാനെ കൂടെ എന്ത് പ്രവൃത്തി ചെയ്താലും ഭഗവാൻ അതിൽ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ഭഗവാന് വേണ്ടിയാണെന്നുള്ള ബോധത്തോട് ചെയ്യണം. അതാണ് കൃഷ്ണാബോധം. അപ്പൊ അങ്ങനെ ആ കർമ്മയോഗത്തിലും കൃഷ്ണാബോധം ഉണ്ടായിരിക്കണം. അല്ലാതെ കൃഷ്ണാബോധത്തിനെ പറ്റിയുള്ള ജ്ഞാനം ഇല്ലാതെ നമ്മൾ എവിടെയെങ്കിലും കുത്തിയിരുന്ന് നാമം ജപിച്ചുകൊണ്ട് കാര്യമില്ല. അപ്പൊ അതിന് കൃഷ്ണാബോധം നേടിക്കഴിഞ്ഞാൽ നമ്മള് വേറെ ഒരു പണിയും ചെയ്യരുതെന്നുള്ളതല്ല. ഉദാഹരണത്തിന് നമ്മുടെ പ്രഭുപാദർജിയെ നോക്കാം. അദ്ദേഹം രാത്രിയിൽ 2 മണിക്കൂർ മാത്രമേ ഉറങ്ങിട്ടുള്ളൂ എന്നാ പറയുന്നത്. അതും ചിലപ്പോഴൊക്കെ ഇല്ലെന്ന് പറയുന്നേക്കാം. അപ്പൊ അങ്ങനെ നമ്മള് ആരായാലും ശരി, ഇപ്പം നമ്മുടെ അമ്പലങ്ങളിലൊക്കെ, അതായത് ഇസ്കോന്റെ അമ്പലങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവര് നമുക്ക് വെളിയിൽ നോക്കുമ്പോഴത്തൊന്നും യാതൊരു പണിയില്ല. അവരെല്ലാം ഹരേ കൃഷ്ണ മന്ത്രം ജപിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണെന്ന് തോന്നുന്നു. അവരൊക്കെ തന്നെ 4 മണിക്ക് മുമ്പ് എഴുന്നേറ്റ് റെഡിയാകും. പിന്നെ അവരുടെ പ്രാർത്ഥനയായി അവരുടെ ചുറ്റുവട്ടങ്ങൾ, അവരുടെ ഓരോരുത്തർക്കും ഉപയോഗിച്ചു കൊടുത്തിട്ടുള്ള ജോലികളൊക്കെ ചെയ്യണം. അങ്ങനെ വൈകിട്ട് 2 പ്രാവശ്യം മാത്രം ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് ജോലി ചെയ്യുന്നത്. അതുപോലെ രാത്രിയിൽ 8 മണിയോ 9 മണിയൊക്കെ ആകുമ്പോൾ കിടക്കുന്ന വരെ അവർക്ക് പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ അത് അതിനകത്ത് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ കൃഷ്ണാവബോധം ഉള്ളവരൊക്കെ ഒരുപാട് പ്രവർത്തനം, പ്രീച്ച് ചെയ്യുന്നവരൊക്കെ പോകുന്നവരുണ്ട്. കൃഷ്ണാവബോധം സന്യാസിമാരൊക്കെ വെളിയിൽ പണ്ടത്തെ നമ്മളൊക്കെ വിചാരിക്കുന്ന സന്യാസിമാരെന്ന് പറഞ്ഞാൽ എല്ലാം ഉപേക്ഷിച്ച് ഭഗവാൻ ധ്യാനത്തിൽ മാത്രം ഇരിക്കുകയാണ്. ഇത് അങ്ങനല്ല. എല്ലാ പ്രവൃത്തിയും ഒരു അമ്പലത്തിൽ വേണ്ടുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ ഭക്തരെ ഭക്തിയിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ട കാര്യങ്ങൾ, ഭക്തരായിട്ട് അവിടെ എത്തിയിട്ടുള്ളവർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ കൊടുക്കുക, അവർക്ക് വേണ്ടുന്ന ക്ലാസ്സുകൾ എടുക്കുക, അവർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നതിനും ഇവരൊക്കെ തന്നെയാണുള്ളത്. അപ്പൊ അതുകൊണ്ട് കൃഷ്ണാവബോധം ആയി കഴിഞ്ഞാലും അവർക്ക് യാതൊരു വിശ്രമവും ഇല്ല. അവര് ഭഗവാന്റെ ജോലികൾ സദാ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും തന്നെ. നമ്മുടെ പ്രഭുപാദർജിയുടെ സ്റ്റോറി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അദ്ദേഹത്തിന്റെ ജീവിതശൈലി, എത്രാമത്തെ വയസ്സിൽ അമേരിക്കയിൽ പോകുന്നതും അവിടെ ചെന്നിട്ട് ഒരു സഹകരണവും ഇല്ലാതിരിക്കുന്ന വ്യക്തികളുടെ അടുത്ത് ചെന്നിട്ട് ഇത്രയൊക്കെ കാര്യങ്ങൾ നടത്തുന്നതും, അതുപോലെ തന്നെ ഈ ഭാഗവതം, ഭഗവത്ഗീത, അതുപോലെ തന്നെ ചൈതന്യ ചരിതാമൃതം,
ഇതൊക്കെ അദ്ദേഹം പരിഭാഷപ്പെടുത്തി എടുത്ത കാരണത്താലാണ് ഇന്ന് നമുക്ക് ഇതൊക്കെ പറയാൻ പറ്റുന്നതും. ഈ ഭഗവത്ഗീത തന്നെ ഇതുപോലെ നമുക്ക് ഒരു വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്തവർക്കും ഇത് പഠിക്കാൻ, പറയാനും മനസ്സിലാക്കാനുമുള്ള കഴിവും ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കാനുള്ള കഴിവും എല്ലാം നമ്മുടെ പുസ്തകത്തിൽ തന്നെ ഉണ്ട്. അതെല്ലാം പ്രഭുപാദർ ചെയ്തു വെച്ചിരിക്കുകയാണ്. അപ്പൊ അതെല്ലാം കൃഷ്ണാവബോധത്തിൽ നിന്ന് അദ്ദേഹം പ്രവർത്തിച്ചതിന്റെ ഫലം കൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ ഇന്ന് കൃഷ്ണാവബോധത്തിൽ എത്താൻ കാര്യം തന്നെ. അപ്പൊ അങ്ങനെ കൃഷ്ണാവബോധത്തിൽ ഇരിക്കുന്നത് അർജുനൻ വിചാരിക്കുന്ന മാതിരി ഒന്നും ചെയ്യാതെ, അതായത് കർമ്മമൊന്നും ചെയ്യാതെ ഭഗവാനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന രീതിയല്ല എന്നാണ് പ്രഭുപാദർജി ഇതിനകത്ത് വീണ്ടും വീണ്ടും പറയുന്നത്. യുക്തമല്ല. അജ്ഞാരായ സാമാന്യ ജനങ്ങളുടെ വില കുറഞ്ഞ ആദരവ് ആർജിക്കാനേ അങ്ങനെ ഇരിക്കുന്നവർക്ക് സാധിക്കൂ. കൃഷ്ണാവബോധം ബുദ്ധിയോഗം അഥവാ ആത്മീയ ജ്ഞാനാർജന പുരോഗതിക്കുള്ള ബുദ്ധി എന്നത് കർമ്മനിരതരായ ജീവിതത്തിൽ നിന്നുള്ള പിൻവാങ്ങലും ഏകാന്തതയിലെ തപശ്ചര്യമാണെന്ന ധാരണ അർജുനന് എളുപ്പം ഉണ്ടായി കാണും എന്ന് പറയുന്ന പ്രഭുപാദർജി പറയുന്നതാണ്. ഇപ്പം കൃഷ്ണാവബോധത്തെ പറ്റി ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉപദേശിച്ചു കഴിഞ്ഞപ്പോൾ, കഴിഞ്ഞ അധ്യായങ്ങളിലൊക്കെ ഇതിനെപ്പറ്റിയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കർമ്മം ചെയ്യുന്നത് എങ്ങനെയാണെന്നും ഫലേച്ഛയില്ലാതെ കർമ്മങ്ങൾ ചെയ്യണമെന്നും ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഒരു കർമ്മത്തിനെ പറ്റി പറഞ്ഞു. അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മുടെ കഴിഞ്ഞ അധ്യായത്തിൽ കാര്യമായിട്ട് വിവരിച്ചിട്ടുണ്ട്. എങ്ങനെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണമെന്നുള്ളതും എങ്ങനെ ഏകാഗ്രതയോടെ ഇരിക്കണം എന്നുള്ളതും ഒരു സ്ഥിരചിത്തതയുള്ള ഒരു വ്യക്തി എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് കാര്യം ഒക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം വിചാരിച്ചു കാണും, ഇതാണ് ഏറ്റവും നല്ല മാർഗം, മിണ്ടാതിരിക്കുക, പണി ചെയ്യാതിരിക്കുക, യുദ്ധം ചെയ്യാതിരിക്കുക. അപ്പൊ അങ്ങനെ നമ്മളെപ്പോലുള്ളവരും വിചാരിക്കുന്നുണ്ട്. കൃഷ്ണാവബോധം എന്ന് പറഞ്ഞാൽ വെറുതെ ഇരുന്നാൽ മതി എന്നുള്ള വിചാരമുള്ളവരുണ്ട്. അപ്പൊ അങ്ങനെ ഉള്ള അർജുനനും ചിലപ്പോൾ ആ ധാരണ ഉണ്ടായി കാണും എന്നാണ് പ്രഭുപാദരി ഇതിന്റെ ഭാവാർത്ഥത്തിൽ പറയുന്നത്. കൃഷ്ണാവബോധത്തെ ഒഴിവുകളാക്കി യുദ്ധത്തിൽ നിന്ന് അദ്ദേഹത്തിന് സൂത്രത്തിൽ പിന്മാറാമെന്നുണ്ടായിരുന്നു. പ്രഭുപാദരി പറയുന്നതാണ്. എങ്കിലും ആത്മാർത്ഥതയുള്ള ഒരു ശിഷ്യൻ എന്ന നിലയ്ക്ക് അദ്ദേഹം ഈ പ്രശ്നത്തെ തൻ്റെ ഗുരുവിന്റെ മുൻപാകെ അവതരിപ്പിക്കുകയും ഏറ്റവും നല്ല പ്രവൃത്തി എന്തെന്ന് ആരായുകയും ചെയ്യുന്നു. അതാണ് ഒരു ശിഷ്യനും ഗുരുവും തമ്മിലുള്ള ബന്ധം ദൃഢമാക്കുന്നതിനുള്ള കാര്യമാണ് പറയുന്നത്. ഒരു ശിഷ്യൻ എങ്ങനെ ആയിരിക്കണമെന്നും ഒരു ഗുരു എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ നമുക്ക് ഈ ശ്ലോകങ്ങളിലൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഒരു ശിഷ്യൻ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, ഇതേമാതിരി ഇപ്പോൾ ഉണ്ടായ സംശയം തന്നെ അർജുനന് ഇത്ര നല്ല ബുദ്ധിയോഗമാണ് നല്ലതെന്ന് പറഞ്ഞു. ആ ബുദ്ധിയോഗം നല്ലതാണെങ്കിൽ പിന്നെ എന്തിനാ എന്നെ ഈ യുദ്ധത്തിലോട്ട് വിടുന്നത്? യുദ്ധം ചെയ്താൽ പാപമല്ലേ കിട്ടുന്നത്? അപ്പൊ അങ്ങനെ ആ പാപമുള്ള ജോലിയിലോട്ട് എന്നെ പറഞ്ഞു വിടുന്നത് എന്തിനാണ് കൃഷ്ണ? ഞാൻ എവിടെങ്കിലും മാറിയിരുന്ന് ജപിച്ചുകൊണ്ടിരുന്നോളാം എന്നുള്ള ഒരു മാനസിക അവസ്ഥയെ അദ്ദേഹം പറയുകയാണ്. അപ്പൊ ഈ പ്രഭുപാദർജി ഇവിടെ എങ്ങനെയാണ് പറയുന്നത്? എങ്കിലും ഇങ്ങനെയൊക്കെ ആണെങ്കിലും ശരി, അദ്ദേഹത്തിന് സംശയമുണ്ട്. ഇത് ശരിയല്ലെന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം. കാരണം അർജുനൻ ഒരു സാധാരണ വ്യക്തിയല്ല. വെറും ഒരു കലിയുഗത്തിൽ ജനിച്ച ഒരു സാധാരണ വ്യക്തിയല്ല അർജുനൻ. അർജുനൻ ആരാണെന്നുള്ളത് കഴിഞ്ഞ ശ്ലോകങ്ങളിൽ നമ്മൾ കണ്ടതാണ്. എത്ര മേന്മയുള്ളതാണ്, മഹാരഥനാണ്, അതുപോലെ തന്നെ ഭക്തനാണ്, തന്നെയല്ല ക്ഷത്രിയനാണ്. അപ്പൊ അതെല്ലാം ഉള്ള ഗുണങ്ങളുള്ള രാജാവ് ഒരു അർജുനൻ ഇങ്ങനെ മനസ്സുകൊണ്ട് പോലും വിചാരിച്ചു കാണത്തില്ല. പക്ഷെ നമ്മൾക്കൂടെ മനസ്സിലാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ സാധാരണ വ്യക്തികൾക്ക് ഇങ്ങനെയുള്ള വിഷയങ്ങളെ പറ്റി ചിലപ്പം തെറ്റിദ്ധാരണ ഉണ്ടാകുകയാണെങ്കിൽ അത് മാറ്റാൻ വേണ്ടിയാണ് അർജുനൻ ഇക്കാര്യങ്ങളൊക്കെ ഗുരുവിനോട് ചോദിക്കുന്നത്. അങ്ങനെ ഏതൊരു സംശയം ഉണ്ടെങ്കിലും ശരി, തൻ്റെ ആത്മീയ ഗുരുവിനോട് ചോദിച്ച് മനസ്സിലാക്കണം. അതാണ് ശരിയായ ഒരു ശിഷ്യന്റെ കടമ. ആ ശിഷ്യന്റെ കടമ ഇവിടെ അദ്ദേഹം നിറവേറ്റുന്നു. അത് നിറവേറ്റാതിരുന്നാൽ പഠിക്കുന്നവർക്ക് സംശയം, അതുപോലെ തന്നെ അർജുനൻ സംശയം. അപ്പൊ ആ സംശയം നിവൃത്തി വരുത്തുക എന്നുള്ളത് ഗുരുവിന്റെ കടമയാണ്. അപ്പൊ എന്നിട്ട് ഇത് ചോദിച്ച ഉടനെ തന്നെ അദ്ദേഹം അതായത് ശ്രീകൃഷ്ണ ഭഗവാൻ
അടുത്ത ശ്ലോകത്തിൽ അതിൻ്റെ ഉത്തരവും അതിൻ്റെ സമാധാനം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ നല്ല ഒരു ഗുരുവാണെങ്കിൽ ആ ചോദ്യം അത് ശ്രദ്ധിച്ചിട്ട് ശിഷ്യനുണ്ടായ ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിന് ഉടനെ അത് പറഞ്ഞു കൊടുക്കും. സാധാരണ ഇന്നത്തെ രീതിയിൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ അങ്ങനെ ഒന്നും ഇല്ലെന്നാണ് പറയുന്നത്. വല്ല കുട്ടികളും അതിനെപ്പറ്റി പറയുന്നത് ചോദ്യങ്ങൾ ചോദിച്ചാൽ അവരോട് ദേഷ്യപ്പെടുക. അതുപോലെ തന്നെ പല ഭാഗത്തും ആ ഗുരു ശിഷ്യ ബന്ധം ഇന്നത്തെ രീതിയിൽ ഇന്നത്തെ സമൂഹത്തിന് ഇല്ലെന്നാണ് പറയുന്നത്. അപ്പം നല്ല ഗുരു ശിഷ്യ ബന്ധം ഇങ്ങനെ ആയിരിക്കണം. അതായത് ശ്രീകൃഷ്ണ ഭഗവാനും അർജുനനും തമ്മിലുള്ള ആ ബന്ധം, ഗുരുവും ശിഷ്യനായിട്ടാണ് ഇപ്പം നിൽക്കുന്നത്. നേരത്തെ ഇത് യുദ്ധത്തിന് തുടങ്ങുന്നതിനൊക്കെ മുമ്പ് അവരെല്ലാം സ്വന്തം ബന്ധുക്കളെ പോലെയും ഭക്തനും അങ്ങനെ സഹപാഠിയായിട്ട്, ഭഗവാൻ കൃഷ്ണന്റെ ഭക്തനാണെങ്കിലും സഹപാഠിയായിട്ടാണ് കഴിഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഗുരു ശിഷ്യ ബന്ധത്തിൻ്റെ ദൃഢത ഏത് വിധത്തിലായിരിക്കണം എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ശിഷ്യനായിരിക്കുന്ന വ്യക്തി അദ്ദേഹത്തിനുണ്ടാകുന്ന സംശയങ്ങൾ ഗുരുവിനോട് ചോദിച്ച് മനസ്സിലാക്കുക. നല്ല പ്രവൃത്തി അത് എന്തിനാന്ന് വെച്ചാൽ അദ്ദേഹത്തിന് നല്ലത് ഏതാണെന്ന് അറിയണം. പല പ്രാവശ്യം കൃഷ്ണനോട് ചോദിക്കുന്നുണ്ട്. ആ 2-ാമത്തെ അധ്യായത്തിൽ 7-ാം പദ്യത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് ഏതാണെന്നുള്ളത്, ഏതാ നല്ലതെന്നുള്ളത് അങ്ങ് പറഞ്ഞു തരണം. എൻ്റെ ഏത് പ്രവൃത്തി, എൻ്റെ പ്രവൃത്തി, അതായത് അർജുനന്റെ പ്രവൃത്തി ഏത് വിധമാണ് ചെയ്യേണ്ടത്. ഇത് അദ്ദേഹത്തിന്റെ പല പല നിർദ്ദേശങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ അർജുനന് ഒരു 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 എന്താ പറയുന്നത്, അതിന് ഒരു സംശയം എന്നല്ല, ഏത് വിധത്തിൽ പ്രവർത്തിക്കണം എന്നുള്ളൊരു സംശയം. അത് ദൂരീകരിക്കാൻ വേണ്ടിയാണ് കൃഷ്ണനെ ഗുരുവായിട്ട് സ്വീകരിച്ച് അദ്ദേഹത്തിന്റെ കൂടെ അവിടെ നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ അധ്യാത്മ ഗുരുവുമായിട്ട് ബന്ധപ്പെടണം എന്ന് നേരത്തെ പ്രഭുപാദി പല സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഭാഗവതോ ഭഗവത്ഗീതയോ ഒക്കെ പഠിക്കണമെങ്കിൽ തന്നെയും ഒരു ഗുരുവിന്റെ നിർദ്ദേശത്തിൽ പഠിച്ചെങ്കിൽ മാത്രമേ മനസ്സിലാകൂ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ അതുപോലെ എന്നിട്ട് ഇത്ര സരളമായിട്ട് പ്രഭുപാദർജി എഴുതി തന്നതുകൊണ്ട് നമ്മുടെ ലോകഗുരുവാണ് നമ്മുടെ പ്രഭുപാദർജി. അദ്ദേഹമാണ് നമുക്ക് തന്നിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ തന്നെയാണ് ഇതിനകത്തുള്ളത്. പിന്നെ ഇതിനുള്ള വേറെന്തെങ്കിലും സംശയമുണ്ട് നമ്മുടെ ഈ ശിക്ഷാ ഗുരുക്കന്മാരോടോ ഒക്കെ ചോദിക്കാൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പൊ നമ്മുടെയൊക്കെ ഗുരു എന്ന് പറയുന്ന പ്രഭുപാദർജിയാണ്, എല്ലാവരുടെയും ഗുരു. അപ്പൊ അദ്ദേഹത്തിന്റെ ശിക്ഷണമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ പ്രവൃത്തി എന്തെന്നാൽ ആരായുകയും ചെയ്തു. ശ്രീ ഭഗവാനാകട്ടെ മറുപടിയായി കർമ്മയോഗത്തെ അല്ലെങ്കിൽ കൃഷ്ണായോഗത്തെ പറ്റി ഈ 3-ാം അധ്യായത്തിൽ വിശദമായി പ്രതിപാദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ 3-ാം അധ്യായത്തില് കൃഷ്ണായോഗത്തെ പറ്റി ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നു. ഈ കർമ്മയോഗത്തെ പറ്റി 1-ഉം 2-ഉം ശ്ലോകങ്ങളിൽ അദ്ദേഹം അവരുടെ അർജുനന്റെ സംശയമാണ് ചോദിക്കുന്നത്. അതായത് ഇങ്ങനെ ത്യജിക്കണോ വേണ്ട എന്നുള്ള ഒരു സംശയം. അതായത് യുദ്ധം ചെയ്യണോ വേണ്ടായോ, ഇത് ഇങ്ങനെ ആണെങ്കിൽ, ഇങ്ങനെ കൃഷ്ണാവബോധം ഉണ്ടെങ്കിൽ പിന്നെ യുദ്ധം എന്തിനാ ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത്. 3 മുതൽ 9 ശ്ലോകങ്ങൾ വരെ നിഷ്കാമ കർമ്മങ്ങളെ പറ്റി പറയുന്നു. 10 മുതൽ 14 ശ്ലോകങ്ങൾ വരെ എന്തൊക്കെ കർമ്മകാണ്ഡത്തെ പറ്റി പറയുന്നുണ്ട്. കർമ്മകാണ്ഡം നമ്മുടെ വേദങ്ങളിലുള്ള കർമ്മകാണ്ഡത്തെ പറ്റി, അവിടെ കർമ്മകാണ്ഡത്തിൽ ആ വേദങ്ങളുടെ കർമ്മകാണ്ഡത്തെ പറ്റി കഴിഞ്ഞ ശ്ലോകങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. വേദങ്ങളിലെ കർമ്മകാണ്ഡങ്ങള് അവിടെ പറയുന്നത് ഭൗതികമായിട്ട് സ്വർഗലോകത്ത് പോകാമെന്നൊക്കെയാണ് പറയുന്നത്. അവരുടെ കർമ്മകാണ്ഡം അനുസരിച്ച്, അതായത് നമ്മൾ ഫലോദ്ദിഷ്ടമായ കർമ്മങ്ങൾ ചെയ്യുക. ഫലോദ്ദിഷ്ടം എന്ന് പറഞ്ഞാൽ ഇന്നത് ചെയ്താൽ നമുക്ക് ഇന്ന ഗുണം കിട്ടും, അതുകൊണ്ട് സ്വർഗലോകത്ത് പോകാൻ വേണ്ടി കർമ്മങ്ങളൊക്കെ ചെയ്യുക. സ്വർഗലോകത്ത് ചെയ്താൽ നമുക്ക് ആനന്ദം കിട്ടില്ല. അവിടെ സ്വർഗലോകത്ത് പോയി കുറെ നാൾ നമ്മൾ ചെയ്ത പുണ്യത്തിന്റെ
കഴിയുമ്പോൾ തിരിച്ചു പോരേണ്ടതായിട്ട് വരും. സ്വർഗലോകത്ത് പോയ ചിലരൊക്കെ ഉദ്ദേശിക്കുന്ന അവിടെ നല്ല മാതിരിയായിട്ടുള്ള പാനീയം, ലഹരി പാനീയം കുടിക്കാം. അതുപോലെ തന്നെ വിമാനങ്ങൾ കയറി നടക്കാം. വിമാനത്തിൽ കയറി നടക്കുമ്പോൾ നമ്മുടെ കൂടിരിക്കാൻ ആരെങ്കിലും ഒക്കെ സുന്ദരികളെ സ്ത്രീകൾ കാണും. അപ്പൊ അങ്ങനെ ആ കർമ്മകാണ്ഡത്തിൽ പറയുന്ന വിധത്തിൽ അങ്ങോട്ട് നമ്മൾ തിരിഞ്ഞു പോകാൻ വഴിയുണ്ട്. അതുകൊണ്ട് ഈ കർമ്മകാണ്ഡം, ഇവിടെ കർമ്മകാണ്ഡത്തിനെ പറ്റി നിർവഹിക്കുന്ന കർമ്മയോഗം എങ്ങനെയാണെന്നുള്ളത് പറയുന്നത് നിഷ്കാമകർമ്മം. നിഷ്കാമകർമ്മത്തെ പറ്റി പറയുന്നു. നിഷ്കാമകർമ്മം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നിഷ്കാമം, യാതൊരു ആഗ്രഹവുമില്ലാതെ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുക. അത് ഭഗവാന് വേണ്ടി ചെയ്യുക. ഭഗവാനാണ് കർമ്മങ്ങൾ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അല്ല ഈ ഇതിന്റെ നമ്മുടെ പ്രവൃത്തി ഒന്നും തന്നെ നമ്മുടെ സ്വന്തമായി പേര് കിട്ടുന്നതിന് വേണ്ടി ചെയ്യാതെ ഭഗവാന്റെ നാമത്തിൽ ചെയ്യുക. നിഷ്കാമകർമ്മം എന്ന് പറയുന്നത് ഒരു ആഗ്രഹം ഇല്ലാതെ ചെയ്യണം. വേറെ അതിനകത്ത് ഇപ്പം നമ്മളൊക്കെ സാധാരണ രീതിയിൽ ഒരമ്പലത്തിൽ പോയി ഒന്ന് വഴിപാട് കഴിക്കും. എന്തിനാ വഴിപാട് കഴിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഒന്നി നമ്മുടെ മകന് മേന്മ കിട്ടണം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മകൾക്ക് നല്ലൊരു ഭർത്താവിനെ കിട്ടണം. ഇങ്ങനെയൊക്കെയുള്ള ചിന്ത പാടില്ല. വഴിപാട് കഴിക്കാം, നമുക്ക് ഭഗവാന് നിവേദ്യം അർപ്പിക്കാം, ഭഗവാന് ആവശ്യത്തിന് അമ്പലങ്ങളിൽ പ്രവർത്തിക്കാനുള്ള കഴിവിനുള്ള പൈസ കൊടുക്കാം. ഇതൊക്കെ നല്ലതാണ്. പക്ഷെ അവിടെ ചെന്നിട്ട് നമ്മൾ എനിക്ക് ഇന്ന കാര്യം നടത്തി തരണേ എന്ന് പറയാൻ പാടില്ല എന്ന് പറയുന്നു ശാസ്ത്രങ്ങൾ പറയുന്നു, ഞാനല്ല. നിഷ്കാമകർമ്മം, അതാണ് നിഷ്കാമകർമ്മം. എന്തോ കർമ്മം ചെയ്യുന്നത് അത് കാമം, നമ്മൾ മറ്റൊന്നും ആഗ്രഹിക്കാൻ പാടില്ല. കർമ്മം ചെയ്യുന്നത് ഭഗവാനെ നിലനിർത്തിക്കൊണ്ട് വേണം കർമ്മം ചെയ്യാം. പിന്നെ 31 മുതൽ 43 വരെ കൃഷ്ണാവബോധത്തിൽ കർമ്മങ്ങൾ ചെയ്യുക. ഇതാണ്. അപ്പൊ 43 ശ്ലോകമാണ് ഈ അധ്യായത്തിലുള്ളത്. അതില് പ്രഭുപാദരി ഈ കർമ്മത്തെപ്പറ്റി, കർമ്മയോഗം എങ്ങനെയാന്നുള്ളതിനെ പറ്റി വിശദീകരിച്ച് പറയുകയാണ്. ഭഗവാൻ കൃഷ്ണൻ അർജുനോട് പറഞ്ഞു കൊടുക്കുന്നു. അപ്പൊ അത് നമുക്ക് എല്ലാവർക്കും പുസ്തകം കാണുമെങ്കിൽ ആസിറ്റീസ് പുസ്തകം, ഭഗവത്ഗീത ആസിറ്റീസ് പുസ്തകം എല്ലാവരുടെയും കയ്യിൽ ഉണ്ടായിരിക്കണം. ഉണ്ടെങ്കിൽ അത് നോക്കി പഠിച്ചാൽ എല്ലാം മനസ്സിലാകും. അതുപോലെ തന്നെ ഇപ്പൊ ക്ലാസ് തുടർന്നുകൊണ്ടിരിക്കുക. എന്നെപ്പോലെ അല്ലല്ലോ, നല്ല ജ്ഞാനമുള്ള വ്യക്തികൾ, ഞാൻ പ്രായമെന്നുണ്ടെന്നേ ഉള്ളൂ, എനിക്ക് വലിയ ഇതിനെപ്പറ്റി കൂടുതൽ വിശദീകരിച്ച് പറയാനോ ഒരു 1ാം ഗ്രേഡ് പ്രഭാഷകനായിട്ട് മാറിയിട്ടൊന്നുമില്ല. ഞാൻ ഇങ്ങനെ എന്തെങ്കിലും ഒരു താൽക്കാലികം ഒരു സ്പെയർ വീൽ മാതിരി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ അന്നേരം എന്തെങ്കിലും പറയുന്നത് ക്ഷമിക്കണം. എന്തെങ്കിലും തെറ്റുകളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കാം. പിന്നെ ഈ പറഞ്ഞ കാര്യത്തിൽ ഏതെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അല്ലെങ്കിൽ മനസ്സിലാകാതുണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാൻ പറയാം. ഹരേ കൃഷ്ണ. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയൊക്കെ പറയാനുള്ള. നമ്മുടെ സമയം 7:45. ക്ലാസ് മിക്കവാറും 7 സമയത്തിനുള്ളിൽ തീർക്കണം, സമയത്തിനുള്ളിൽ തുടങ്ങണം. അതാണ് നമ്മുടെ ലക്ഷ്യം. ഹരേ കൃഷ്ണ. എല്ലാവരും ഉണ്ടോ? ആരെങ്കിലൊക്കെ ഉണ്ടോ? ഹരേ കൃഷ്ണ. എല്ലാരും ഉണ്ട്. 19 ആളിനെ കാണുന്നുണ്ട്. എല്ലാരും ഉണ്ടെന്നുള്ള അറിയാൻ വയ്യ. എന്തോ ഉണ്ട്. അല്ല, അതുപോട്ടെ. ഇത് നമ്മൾ ഇപ്പൊ ഇത്രയും നാൾ ക്ലാസ് എടുത്തല്ലോ. എല്ലാവരും ഈ പുതിയ ആൾക്കാരാണോ എല്ലാവരും? അതോ കുറെ സർവീസ് ഉള്ളവരാണോ? കുറെ നാളായോ ഈ ഭഗവത്ഗീത പഠിക്കാൻ തുടങ്ങിയിട്ട്? അപ്പൊ ഇത് എല്ലാം അല്ല, കൂടുതൽ പഠിച്ചിട്ടുള്ളവർ കാണുമല്ലോ ആ കൂട്ടത്തില്. ഒന്ന് 2 പേരെ സംസാരിക്കുന്നുള്ളൂ. ബാക്കി എന്താ ആരും ഒന്നും മിണ്ടാത്തത്? അത് ചുമ്മാ എല്ലാവരും ഉണ്ടോ? ഇങ്ങനെ ഈ നമ്മുടെ ഈ കാണുന്നവരെല്ലാം ഇതിനകത്തുണ്ടോ? വത്സല മാതാജി ഉണ്ടോ? എന്തോന്ന് ആരും ഒരു പിടിയില്ല. ആരും? ഉണ്ണികൃഷ്ണൻ നായർ. ഹരേ കൃഷ്ണ. പ്രഭുജി ഉണ്ടോ? ഉണ്ണികൃഷ്ണൻ നായർ. ഹരേ കൃഷ്ണ. അദ്ദേഹത്തിന്റെ പേര് എപ്പോഴും ഇവിടെ കാണുന്നുണ്ട്, പക്ഷെ അദ്ദേഹത്തിന്റെ ശബ്ദം കേട്ടില്ല. ഹരേ കൃഷ്ണ. എന്തോ ഉണ്ടോ? ഉണ്ണികൃഷ്ണ പിള്ളന്ന്
ഉണ്ട്. ആ. അപ്പൊ അങ്ങനെ എല്ലാരും ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ഹരേ കൃഷ്ണ. അപ്പൊ നിർത്താം നമുക്ക്. മാതായി ഉണ്ടായിരുന്നല്ലോ ആരും. അല്ല, ഇത് താങ്ക് യു പ്രഭുജി, താങ്ക് യു ഫോർ ദ വണ്ടർഫുൾ ക്ലാസ്. താങ്ക് യു ഐശ്വര്യ പ്രഭുജി. മാതാജിക്ക് പകരം ആരാന്ന് പറഞ്ഞല്ലോ. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു പ്രഭു. പ്രഭു ഞാൻ പറയായിരുന്നു. ഉം. അല്ല പ്രഭു, ഞാൻ ചോദിച്ചത് എല്ലാവരും അങ്ങനെ പഴയ ആൾക്കാരാണോ പുതിയ ആൾക്കാരാണോ കുറെയൊക്കെ പഠിച്ചതാണെന്നൊക്കെ ചോദിച്ചതാ. അപ്പൊ നമുക്ക് അറിയാമല്ലോ. ഹരേ ഭഗവത്ഗീത കൃഷ്ണ പ്രഭു. പുതിയ ആൾക്കാരാണ് പ്രഭു. ഭഗവത്ഗീത ആ. ക്ലാസ്സില് മോസ്റ്റ് പ്രോബബ്ലി എല്ലാവരും പുതിയ ആൾക്കാരാണ്. ഓ. അപ്പൊ അവർക്ക് സംസാരിക്കാനൊക്കെ ഒരു മടിയുള്ളവരാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ആയിരിക്കും. അവര് സംസാരിക്കാത്തത്. ഇല്ല. എന്തായാലും അവര് റെഗുലറായി വരുന്ന കുറച്ച് പേര് റെഗുലർ ആയിട്ട് വരുന്നുണ്ട്. അതെ നിങ്ങൾക്ക് അതെ, എല്ലാരും appreciate. ഞാൻ പേര് ഞാൻ നോക്കാറുണ്ട് ഇതിനകത്ത്. അപ്പൊ അതെ അതെ കാണാം അതെ. എന്നത്. അപ്പൊ അതുകൊണ്ട് ഭാവിയിൽ ഉം. അവരെല്ലാം സംസാരിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കാൻ പറ്റും. അതെ തീർച്ചയായിട്ടും റെഗുലർ ആയത് കൊണ്ട് തന്നെ അവര് പോസിറ്റീവ് ആണെന്ന് ഉം. നമുക്ക് മനസ്സിലാവും. അതെ അതെ, താങ്ക് യു പഠിക്കാൻ ആഗ്രഹമുള്ളവരാണല്ലോ. ഉം. ആണ് റെഗുലർ ആയിട്ട് വരുന്നു. നന്ദി പ്രഭുജി, താങ്ക് യു ഫോർ ദ വണ്ടർഫുൾ. നന്ദി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. നിർത്താം. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യവ പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ശിലാ പ്രഭുപാദജി की जय. ഹരേ കൃഷ്ണ. നിർത്താം മാതാജി. ആരുണ്ട്?